നമ്മൾ രാജാവായ ക്രിസ്തുവിൻ്റെ കിരീടധാരണം എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയാനാണെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കിരീടധാരണമാണ്. ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ മാനവ ജാതിയുടെ സകല ചരിത്രത്തിലും അനേക രാജാക്കന്മാരെ അവർ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി രാജാക്കന്മാരെ ഭരണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എങ്ങനെ ആര് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ തന്നെ അതിൻ്റെ തെളിവുകൾ നമുക്ക് ധാരാളമായിട്ട് കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം തന്നെ വായിക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരിക്കലേ അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ പ്രതാപ മഹത്വത്താൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മഹദിയാം ബാബിലോൺ. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പോയി. കാളയെ പോലെ ഏതെങ്കിലും കാളയെ പോലെ പുല്ല് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് താഴ്ന്ന് 7 വർഷം ഭൂമിയിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിനുശേഷം നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ബുദ്ധി തിരിച്ചു വന്നു. അദ്ദേഹം മഹത്വീകരിച്ചു. ഇതിൻ്റെ പിന്നിലാരാണ്? ദൈവമേ, നീയാണ് രാജാക്കന്മാരെ വാഴിക്കുന്നത്, നീയാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്, അത്യുന്നതനായവനാണ് എല്ലാത്തിൻ്റെയും മേൽ വാഴുന്നതെന്ന് ബാബിലോൺ രാജാവ് തിരിച്ചറിഞ്ഞു, നെബൂഖദ്നേസർ. അതിനുശേഷം നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും, ഈ രാജാവിൻ്റെയൊക്കെ ശേഷം പിന്നീട് ബെൽഷസ്സർ അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം അവരെ ആക്രമിച്ചുകൊണ്ട് കീഴടക്കാനായിട്ട് ആരാ വരുന്നത്? പാസികളാണ് വരുന്നത്. പാസി രാജാക്കന്മാർ വരുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാജാവ് വീഞ്ഞു കുടിച്ച് മത്തനെ അവൻ്റെ മഹത്വങ്ങളും അവൻ കൂട്ടിവരുത്തിയ പ്രഭുക്കന്മാരോടൊക്കെ കൂടെ അവൻ വിരുന്ന് കഴിക്കുകയാണ്. ദേവാലയത്തിൽ നിന്ന് ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് അവർ പിടിച്ചുകൊണ്ടുപോയ പാത്രങ്ങളിലെല്ലാം വെപ്പാട്ടികളോടൊപ്പം എല്ലാം വീഞ്ഞു കുടിച്ച് ആ പാത്രങ്ങളെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടൊക്കെ കടന്നു. ആ ഒരു സാഹചര്യത്തിൻ്റെ നടുവിലാണ് ഭിത്തിയിലൊരു എഴുത്ത് കാണുന്നത്. മെനെ മെനെ തെക്കേൻ എഫോസിൻ എന്നെഴുതിയിരിക്കുന്ന ആ ലെറ്റർ. ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്റെ രാജ്യത്ത് ഞാൻ എണ്ണി. പിന്നെ അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം പറ്റിയിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഒരു രാജാവിനെ വാഴിക്കുന്ന ദൈവമാണ് രാജാവിനെ നീക്കം ചെയ്യുന്ന ദൈവം. ഇതേപോലെ നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രാജാക്കന്മാരെ, ഇസ്രായേലിലെ രാജാക്കന്മാരൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് സങ്കീർത്തനത്തിലേക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, യഹോവ ജലപ്രളയത്തിന് മീതെ അവൻ രാജാവായിരുന്നു. ഇല്ലെങ്കിൽ ദൈവമാണ് രാജാതിരാജാവ്, അവനാണ് മഹാവല്ലഭനായ പ്രഭു. അവനെപ്പോലെ ഒരു രാജാവില്ല. അവനെപ്പോലെ കാര്യങ്ങൾ നടത്തുന്നവൻ, അവനെപ്പോലെ കാണാൻ കഴിയുന്നവൻ, കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ, ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും വയലിലെ ഓരോ പുഷ്പത്തിനും നിറം കൊടുക്കുന്നത് പോലും, മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്, മൃഗജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്യാനായിട്ട് ഏത് മനുഷ്യന് സാധിക്കും? അപ്പോൾ സർവാധിപനായത്, അധികാരത്തിൽ ഏറ്റവും മുഖ്യനായി ഇല്ലെങ്കിൽ സിംഹാസനത്തിലിരിക്കുവാൻ മനുഷ്യൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ആര് തന്നെ രാജാവ്? ദൈവമാണ് രാജാവ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേരത്തെ സിൽവാൻസ് പറഞ്ഞ പോലെ ഇസ്രായേൽ ജനങ്ങൾ ഞങ്ങൾക്കും രാജാവ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. വാസ്തവത്തിൽ ആരാ രാജാവ്? ദൈവം രാജാവായിരിക്കെ അവൻ ഈജിപ്തിലെ രാജാവിനെ കീഴടക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നത്, അല്ലേ? ഈ അന്നത്തെ ഏറ്റവും ശക്തനായ രാജാവും ശക്തമായ സാമ്രാജ്യ ശക്തിയും ആര് തന്നെയായിരുന്നു? ഈജിപ്തായിരുന്നു, മിസ്രൈം. ആ മിസ്രൈമിനെ കീഴടക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ദൈവം എന്ത് ചെയ്തത്? അവരെ
പുറത്തേക്ക് കൊണ്ടുവന്നത്. മുട്ടും മടക്കി ഫറവോൻ. അവൻ അഹങ്കരിച്ചു. ഞാൻ എന്തിന് യഹോവയെ സേവിക്കണം? യഹോവ ആരാണ്? എനിക്ക് അവനെ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ അടിമകളെ വിട്ടുതരില്ല. ഇതൊക്കെയാണ് ഓരോ പ്രാവശ്യം അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വെള്ളം രക്തമാകുമ്പോഴും, തവളകൾ വ്യാപിക്കുമ്പോഴും, നായീച്ചകൾ ഉണ്ടാകുമ്പോഴും, പേൻ വർദ്ധിക്കുമ്പോഴും, അവരെ ഈ കാര്യങ്ങളെല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴും, മൃഗങ്ങൾ ചത്തൊടുങ്ങി, വെട്ടുക്കിളികൾ വന്ന് കൃഷിനാശം ഉണ്ടാക്കി, കൽമഴ പെയ്തു, ഊരിരുടെ അവസാനം മോശയോട് അവൻ പറഞ്ഞു, വെല്ലുവിളിച്ചു, എൻ്റെ മുഖം നീ ഇനി കാണരുത്, എൻ്റെ മുഖം നീ കാണുന്ന ദിവസം നീ മരിക്കും. ഫറവോൻ വെല്ലുവിളിച്ചു, ഞാൻ നിന്റെ മുഖം കാണില്ല. മോശ പറഞ്ഞിട്ട് പോയി. എന്താ സംഭവിച്ചത്? പിന്നീട് നമുക്ക് ദൈവം പറഞ്ഞ പ്രകാരം ദൈവത്തിൻ്റെ അസമയം കടന്നു പോവുകയാണ്. അവരോട് പെസഹ ഒരുക്കാൻ പറഞ്ഞു. ദൈവം തൻ്റെ ജനത്തെ അതിനുവേണ്ടി ഒരുക്കി. ആടിനെ അറുത്തു, രക്തം തളിച്ചു. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ മുദ്രയിട്ട, അല്ലെങ്കിൽ ആ ഒരു മുദ്രയാണത്. ആ മുദ്ര ഏൽക്കപ്പെട്ട കുടുംബങ്ങളിലൊന്നും ഒരു ഹാനിയും വരാതെ സൂക്ഷിക്കാൻ ദൈവം മുന്നറിയിപ്പ് നൽകി. അവരതനുസരിച്ച് കാത്തിരുന്നു. ആ ദിവസം ഫറവോന്റെ ഉൾപ്പെടെ സകല ആൺകുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ മൂത്ത ആദിജാതന്മാരെ ദൈവം സംഹരിക്കുമ്പോൾ ഫറവോൻ അന്ന് മുട്ടുകുത്തി. അവൻ്റെയും മകൻ മരിച്ചു. അപ്പൊ അത്രത്തോളം അവനെയും കൂടി കീഴടക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ തോൽപ്പിച്ചാണ് ദൈവം തൻ്റെ യുദ്ധം ചെയ്യുന്നത്. ദൈവമാണ് തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവമാണ്. അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു, പരിപാലിച്ചു, വഴി നടത്തി. ദൈവം ഉദ്ദേശിച്ച പോലെ കനാൻ നാട്ടിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നു. വാഗ്ദത്തം അവകാശമാക്കി അവർക്ക് കൊടുത്തു, ദേശം കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ചിന്തകൾ മാറാൻ തുടങ്ങി. അപ്പം സ്വാതന്ത്ര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. അടിമത്തത്തിലായിരുന്ന സമയത്ത് ആരെ നോക്കി നിലവിളിച്ചു? അടിമത്തത്തിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ അടിമകളാണ്, ഞങ്ങൾ സഹായിപ്പാൻ ആരുമില്ല, ഞങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾ ക്ലേശത്തിന്മേൽ ക്ലേശത്തിലൂടെ, എനിക്ക് കണ്ണുനീരിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന് നടുവിലെ നിലവിളിച്ചു. ദൈവത്തെ നോക്കി നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ട് ഇറങ്ങി വന്നു, സഹായിച്ചു. ദൈവം അവരുടെ നിലവിളിക്ക് ഉത്തരമെന്നോണം ദൈവം ഇറങ്ങി വന്ന് ഫറവോന്റെ മേലും ഈജിപ്തിന്റെ മേലും ശിക്ഷ നടത്തി. അവരുടെ ദേവന്മാരുടെ മേലെല്ലാം ശിക്ഷ നടത്തിക്കൊണ്ട് ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവരെ കൊണ്ടുവന്ന് സ്വാതന്ത്ര്യം നൽകി, ഫ്രീഡം കൊടുത്തു. അവർ പല പ്രാവശ്യം പിന്നീടും പിറുപിറുക്കാനും മുറുമുറുക്കാനും തുടങ്ങി. എന്നിട്ടും ദൈവം അവരെ കരുണയോടുകൂടി പരിപാലിച്ചു. രാത്രി അഗ്നിസ്തംഭത്തിലും, അല്ലെങ്കിൽ പകല് മേഘസ്തംഭത്തിലുമെല്ലാം അവരെ പരിപാലിച്ചു. അവർക്ക് തണൽ കൊടുത്തു ദൈവം, വെളിച്ചം കൊടുത്തു ദൈവം, ആഹാരം കൊടുത്തു, കാടപ്പക്ഷികളെ കൊടുത്തു, വെള്ളം കൊടുത്തു. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം കീറിയില്ല, പഴകിയില്ല. പരിപാലിച്ചു. അവർക്കറിയില്ല സ്വാതന്ത്ര്യത്തിന്റെ വില അറിയില്ല. അവർക്ക് സ്വതന്ത്രരായി. പക്ഷെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പിന്നെയും തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഇറച്ചി കിട്ടിയില്ല, തിരിച്ചു പോകാൻ ആഗ്രഹിക്കുക. പല പ്രാവശ്യം ദൈവത്തോട് എതിർത്തു. അവരുടെ അവിശ്വാസം, ഹൃദയകാഠിന്യം നിമിത്തം അവർ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയതും ദൈവത്തെ കോപിപ്പിച്ചു, ക്രോധിപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിനും ദൈവത്തിൻ്റെതായ ശിക്ഷയ്ക്കും പാത്രമായ കാര്യങ്ങൾ എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കത് വായിക്കാം. അവരുടെ അവിശ്വാസം നിമിത്തമാണ് അവരുടെ അവിശ്വാസം. അങ്ങനെ അവർ നശിച്ചു പോവുകയാണ്. പിന്നീട് അവരുടെ മക്കളാണ് പിന്നീട് കനാന് ദൈവം എങ്ങോട്ട് അവരെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചോ, എത്ര സ്വസ്ഥത നൽകുവാൻ, എത്ര സമാധാനം നൽകുവാൻ, എത്ര സന്തോഷം, എത്ര തൃപ്തി കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു, അവിടേക്ക് അവർക്ക് വരാൻ, അല്ലെങ്കിൽ അതൊന്ന് ആസ്വദിക്കാൻ പോലും അവർക്ക് കഴിയാതെ വണ്ണം അവരുടെ ഹൃദയകാഠിന്യം, അവരുടെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അവരെ അതിൽ നിന്ന് വലിച്ചു കളഞ്ഞുവെന്ന് നമ്മൾ തിരുവെഴുത്തുകൾ വായിക്കുകയാണ്. എത്രത്തോളം ദൈവം എത്രത്തോളം അവരെ സഹായിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം
ഈ ജനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ഇവരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അബ്രഹാമിനൊരു കുഞ്ഞു പോലും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആ 400 വർഷക്കാലം സ്വന്തമല്ലാത്ത ദേശത്ത് പ്രവാസികളായി നിങ്ങൾ പോകും. അവിടെ നിന്ന് ദൈവം വളരെ സമ്പത്തോടുകൂടി നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്ന സമയത്ത്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തൊട്ട് താഴേക്ക് നമ്മൾ 13-ാമത് ഇങ്ങനെയും ഈ ചാപ്റ്ററുകളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം അന്ന് പറഞ്ഞ കാര്യമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകത്തെ നിയന്ത്രിക്കുന്നത് ജനറേഷൻ, ഇല്ലെങ്കിൽ ജനങ്ങളെ പോലും ആര് വരുന്നു പോകുന്നു, ആര് രാജാവാകുന്നു, അവരെ നീക്കിയിട്ട് മറ്റൊരു രാജാവിന് വാഴിക്കുന്നത് ഇതെല്ലാം ദൈവമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ വീണ്ടും തെറ്റാൻ തുടങ്ങി, പാപം ചെയ്യാൻ തുടങ്ങി. അവർക്ക് പിന്നെ ദൈവം നയിക്കുന്നതല്ല, ഒരു രാജാവ് അവരെ നയിക്കണം എന്നവർ ആഗ്രഹിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് ഇസ്രായേൽ ചരിത്രം നമ്മളെ പിന്നീട് പഠിപ്പിക്കുന്നത്. അപ്പം ആ കാര്യത്തിലേക്ക് നമ്മൾ ഇപ്പം എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിര നിർണയമുണ്ട്, ദൈവത്തിൻ്റെ മനത്തിൽ ദൈവത്തിൻ്റെ സ്ഥിര നിർണയമുണ്ട്. എങ്കിലും ദൈവം ഇവരുടെ ആവശ്യപ്രകാരം ശമൂവേലിനോട് പറഞ്ഞു, നീ ഒരു രാജാവിനെ അവർക്ക് വാഴിച്ചു കൊടുക്കാൻ ദൈവം പറഞ്ഞു. നിന്നെയല്ല അവർ തള്ളിയത്, എന്നെയാണ് അവരെ ഭരിക്കാതിരിപ്പാൻ, അവർക്ക് രാജാവായിരിക്കാൻ, ഇല്ലെങ്കിൽ അവരെ ഭരിക്കുന്ന ഒരു രാജാവായിരിക്കാൻ സമ്മതിക്കാതെ, ഇല്ലെങ്കിൽ എന്നെയാണ് അവർ തള്ളിയത്. അതുകൊണ്ട് നീ അവരുടെ ആവശ്യപ്രകാരം അവർക്ക് രാജാവിനെ കൊടുക്കാനായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കണം. പിന്നീട് നേരത്തെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം ചില കാര്യങ്ങൾ ദാവീദ് രാജാവായി വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എന്നേക്കുമുള്ളൊരു രാജാവിനെക്കുറിച്ച്, എന്നേക്കുമുള്ളൊരു രാജ്യത്തെക്കുറിച്ച്, ദാവീദിൻ്റെ വംശത്തിൽ വരും എന്നുള്ളതിനെക്കുറിച്ച് ദാവീദിനോട് പറയുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് യാക്കോബ് യഹൂദയെ അനുഗ്രഹിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ചില കാര്യങ്ങൾ നമ്മൾ കടന്നുപോയതാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതിനെല്ലാം മുമ്പ് ഈ ജനം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സ് നഷ്ടപ്പെട്ട് പാപത്തിന് ഒരു പരിഹാരത്തിൻ്റെ, യഥാർത്ഥമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ല. കാരണം മൃഗയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപയാഗങ്ങളും അകൃത്യയാഗങ്ങളും എല്ലാം അങ്ങനെ മൃഗങ്ങളെ കൊണ്ടും പക്ഷികളെ കൊണ്ടും മറ്റും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ യഥാർത്ഥമായ പാപപരിഹാരത്തിനുള്ള പെർഫെക്റ്റ് യാഗം സംഭവിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള നിഴലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം അതിനു വേണ്ടിയിട്ട് തൻ്റെ പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ വിശുദ്ധദാസന്മാരിലൂടെ എല്ലാം മുന്നെഴുതിയിരിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനെക്കൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറയാൻ, അല്ലെങ്കിൽ മുൻ സൂചിപ്പിക്കാൻ തക്കവണ്ണം ദൈവം അതിൻ്റെ നിഴലുകളായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്ക് എബ്രായ ലേഖനത്തിലെ 10-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങളൊന്ന് വായിച്ചോ. ലോകത്തിൽ വരുമ്പോൾ അനയാകോ പരിപാടിയോ തിരിച്ചിട്ടില്ല. എന്നാൽ ഒരു ശരീരം എടുത്തു ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇത്തരത്തിലുള്ള എന്നെക്കുറിച്ച് രക്തം ചെയ്യുവാനാണ് എന്നൊക്കെ പറയും. അപ്പൊ ഹനനയാഗോ വഴിപാട് നിശ്ചയിച്ചില്ല ദൈവമേ. അപ്പം ഈ മൃഗയാഗങ്ങളിലോ രക്തങ്ങളിലോ ഇതിലൊന്നിലോ അല്ല ദൈവം പ്രസാദിച്ചത്. നീ ഒരു ശരീരം ഒരുക്കിയിട്ടുണ്ട്. സർവ്വ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നീ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു ശരീരത്തിലേക്കാണ് ഇപ്രകാരം കർത്താവ് യേശു ലോകത്തിലേക്ക് വരുന്നത്. അപ്പം നീ എനിക്കായി ഒരു ശരീരം ഒരുക്കി. അതുകൊണ്ട് ആ ഒരു യാഗത്തിലൂടെ, ആ ശരീരയാഗത്തിലൂടെ ദൈവം പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ അവൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയുന്ന ഏകയാഗം ദൈവം ചെയ്യുക. മറ്റ് യാഗങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാപുരോഹിതന്മാർ ക്രിസ്തുവിൻ്റെ നിഴലായ പുരോഹിതന്മാരായിട്ട്, ക്രിസ്തുവിൻ്റെ നിഴലായ, അല്ലെങ്കിൽ സ്വർഗത്തിലെ സത്യകൂടാരത്തിൻ്റെ നിഴലായ സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും
യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവയ്ക്കൊന്നിനും ആരാധനക്കാരനെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പാപങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്ക് കാണാം, യഥാർത്ഥമായ പാപപരിഹാരം ഇവിടെ കർത്താവായ യേശുവിൻ്റെ യാഗത്തിലൂടെ നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത് അവൻ ഒരു പെർഫെക്റ്റ് യാഗമായി മാറി എന്നുള്ളതാണ്. അവനാണ് യഥാർത്ഥ യാഗം. അവൻ്റെ ഏകയാഗത്തിലൂടെയാണ് എല്ലാ മനുഷ്യരുടെയും സകല കന്മഷങ്ങളും പോക്കി. ചില പാട്ടുകാർ പാട്ടിൽ എഴുതിയിട്ടുള്ളതുപോലെ, നിർമ്മലമായ രക്തം സർവദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം സർവദാ നീ ചൊരിഞ്ഞു, കന്മഷം പോക്കി ദുഷ്ട കർമ്മഫലത്തിൽ നിന്ന്, കന്മഷം പോക്കി ദുഷ്ട കർമ്മഫലത്തിൽ നിന്ന് വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നു, വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നു. യഥാർത്ഥമായ നമ്മുടെ ദുഷ്കർമ്മ പ്രവൃത്തികളിൽ നിന്നെല്ലാം നമ്മളെ വിടിവിച്ചത് ആ പെർഫെക്റ്റിയാണ്, അവൻ്റെ നിർമ്മലമായ രക്തമാണ്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല, നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥമായ രക്തം, സ്വർഗീയമായ നിർമ്മല രക്തം കൊണ്ട്. അവനാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അവന് വേണ്ടിയിട്ടാണ്, അവനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ക്രമമായിട്ട് പദ്ധതി ഒരുക്കി. കാരണം മനുഷ്യൻ്റെ വീഴ്ച അത്ര വലുതാണ്. മനുഷ്യന് പറ്റിയ ഡാമേജ് ചെറുതല്ല. അവൻ്റെ പരിക്ക് നിസ്സാരമായി എണ്ണ തേച്ച് സുഖപ്പെടുത്താൻ പറ്റുന്നതല്ലത്. ആ പരിക്കിൽ നിന്ന് അവനെ പൂർണ്ണമായി സ്വതന്ത്രനാക്കാൻ, ശുദ്ധീകരിക്കാൻ വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. ആ വിലയാണ് അവൻ്റെ നിർമ്മലമായ രക്തം ഒഴുക്കണം. അവൻ പാപം ചെയ്യാത്ത അവൻ വേദനിക്കും. ആ വേദന അവൻ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ്. അതേ ക്രിസ്തുവിനെ സംബന്ധിച്ച് നിസ്സാരമല്ലായിരുന്നു, ഏറ്റവും വേദനാജനകമായിരുന്നു അവന്. പക്ഷേ ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരികയാണ്. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ആ ഇഷ്ടം ചെയ്യുവാനാണ്. അപ്പോൾ അവൻ ഒന്നാമത് അവനൊരു യാഗമായി മാറി. രണ്ടാമത് ഈ യാഗം അർപ്പിക്കാനുള്ള ഒരു പെർഫെക്റ്റ് മഹാപുരോഹിതനായി അവൻ അത് ചെയ്തു. അതുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി എത്രയും ശ്രേഷ്ഠമായ ഒരു മഹാപുരോഹിതനായി ഇന്ന് യഥാർത്ഥത്തിലുള്ള സത്യകൂടാരത്തിൽ, സ്വർഗത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത്, സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് അവൻ നമുക്ക് വേണ്ടി മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മഹാപുരോഹിതനായി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു തൻ്റെ മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന് ശേഷം തൻ്റെ മഹത്വത്തിലേക്ക് ആരോഹണം അവൻ ചെയ്തിട്ട് യഥാർത്ഥ സ്വർഗീയ സമാഗമന കൂടാരത്തിൽ തൻ്റെ രക്തം കൊണ്ടുപോയി തളിക്കുകയാണ് ചെയ്തത്. ഈ ഭൂമിയിൽ നിഴലായിരുന്ന സമാഗമന കൂടാരത്തിൽ മഹാപുരോഹിതൻ ആണ്ടുതോറും മൃഗത്തിൻ്റെ രക്തവുമായിട്ട്, അല്ലെങ്കിൽ ആടിൻ്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് പോയി തളിക്കുന്നത് പോലെ. അപ്പോഴാണ് ഇതെല്ലാം ഈ യാഗത്തിൻ്റെ നിഴലായിട്ട് കാണിച്ചു തരികയാണ്. അപ്പം യഥാർത്ഥത്തിലുള്ള ആ സ്വർഗീയ സമാഗമന കൂടാരത്തിൽ കർത്താവ് തൻ്റെ രക്തം അർപ്പിച്ചത് ഒരു വലിയ ചരിത്ര സംഭവമാണ്. എബ്രായ ലേഖനം 9:27 നമുക്ക് കാണാം, ക്രിസ്തു അത് ഒരിക്കലായി ചെയ്തു. എബ്രായ ലേഖനം 9:26 വാക്യം നമുക്ക് വായിക്കാം. അപ്പം അവിടെ അടുത്ത വാക്യം, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തയാഗം കൊണ്ട് ലോകാവസാനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ അവസാനം, യഹൂദ കാലഘട്ടത്തിൻ്റെ അവസാനം,
അപ്പൊ ഭൂമിയിലായിരുന്നപ്പോൾ അവന് പുരോഹിതനാകാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അവൻ മഹത്വത്തിൽ ആരോഹണം ചെയ്തപ്പോൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു മഹാപുരോഹിതനായി ഒരു യേശു ആ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ശക്തിയും അവന് അതിനുള്ള പ്രാപ്തി യോഗ്യത എല്ലാം കൈവരിച്ചുകൊണ്ട് അവൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ അവിടെ മുതൽ യേശു ആരംഭിക്കുക. ഇന്നും നമുക്ക് വേണ്ടി അവൻ മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് കടന്നു ചെല്ലുവാൻ നമുക്കിന്ന് ധൈര്യത്തോടുകൂടി നിങ്ങൾ വരാൻ പറയണം. ഹൃദയ പരമാർത്ഥതയോടുകൂടി അടുത്തു വരാൻ ഇന്ന് പറയണത്, ദൈവം ഇന്ന് ആവശ്യപ്പെടുന്നത് അവൻ നമുക്കൊരു മഹാപുരോഹിതനായി ഇപ്പോൾ അവിടെ ഉള്ളതുകൊണ്ടാണ്. അവൻ രാജാവാണ്. അവൻ രാജാവായതും മഹാപൗരോഹിത്യ ശുശ്രൂഷയിൽ അവൻ ആയതും ആ ഒരേ സമയത്ത് തന്നെയാണ്. സിൽവാൻസ് നേരത്തെ പറഞ്ഞു, ശക്രാന്റെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ 6-ാം അധ്യായം അല്ലേ, മഹാപുരോഹിതനും രാജാവിനും ഇരുവർക്കും സമാധാന മന്ത്രണമുണ്ട്. കാരണം സിംഹാസനത്തിലിരിക്കുന്ന രാജാവും അവിടെ സിംഹാസനത്തിൽ ദാവീദിന്റെ സന്തതിയായവൻ സിംഹാസനത്തിലിരിക്കുന്നു എന്നുള്ളതാണ് സെഖര്യാവ് പ്രവചിക്കുന്നത് 6-ാം അധ്യായത്തിൽ. അതേ സിംഹാസനത്തിൽ തന്നെ അവൻ മഹാപുരോഹിതനുമായിരിക്കും എന്നുള്ളതാണ് അവിടെ പ്രവചിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു സിംഹാസനത്തിലേക്കാണ് പോയത്. അതേസമയത്ത് യേശു തൻ്റെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് താൻ തൻ്റെ അല്ലെങ്കിൽ സകല മനുഷ്യൻ്റെ പാപപരിഹാരത്തിനുള്ള രക്തം തളിച്ചുകൊണ്ട് എന്നേക്കുമുള്ള സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള പാപപരിഹാരം ഒരുക്കുവാനുള്ള അവൻ്റെ ബ്ലഡ് അവിടെ തളിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ രാജ്യമായ സഭ ആരംഭിച്ചു. ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പം അവൻ മഹത്വത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അവൻ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനുമെന്നുള്ള ആ പ്രവചന പ്രകാരം അല്ലെങ്കിൽ ആ വാക്യപ്രകാരം അവൻ മഹാപുരോഹിതനും ആകുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിന്റെ പൂർത്തീകരണമായി ഇവിടെ മഹാപുരോഹിതനായി ക്രിസ്തു പ്രഖ്യാപിക്കപ്പെട്ട ദിവസം തന്നെ അവൻ രാജാവുമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാണ്. സാധാരണ രാജാക്കന്മാരെ വാഴുന്ന സമയത്ത് എന്താ പറയുന്നത്? രാജാവ് നീണാൾ വാഴട്ടെ, രാജാവ് നീണാൾ വാഴട്ടെ, ഇതാ പറയണം. അവിടെ സ്വർഗത്തിലുണ്ടായിരുന്നു. അതാണ് വെളിപ്പാട് പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ നിന്റെ രക്തം കൊണ്ട് നീ സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും സകല വംശത്തിൽ നിന്നുള്ളവരെ നീ വിലക്ക് വാങ്ങി. നിന്റെ രക്തം കൊണ്ട് നീ യോഗ്യൻ. അതാണ് പറയുന്നത്, നീ യോഗ്യനാണ്. നീ നിന്റെ സിംഹാസനത്തിലിരിക്കാൻ നീ യോഗ്യനാണ്. കാരണം നീ വിലക്ക് വാങ്ങി. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ളവരെ നീ നിനക്കായി വിലക്ക് വാങ്ങി. അതാണ് അവിടെയും ദൈവത്തിന്റെ സ്വർഗീയ വൃന്ദങ്ങൾ, ദൈവത്തിന്റെ സ്വർഗീയ മാലാഖമാരെ എല്ലാവരും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ അവിടെ അവന്റെ ശബ്ദം ചെല്ലുന്ന നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് കാണാം മശിഹായ്ക്ക് ആ മശിഹയുടെ വരവിനെ സംബന്ധിച്ച് പഴയ നിയമ ഒരുക്കങ്ങളെക്കുറിച്ച്. ഇതാണ് ലോകത്തിൽ സംഭവിച്ച ഏറ്റവും ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവം. ലോക ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത്, ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ലോകത്തിലുള്ളവരോട് ചോദിച്ചാൽ, ലോകത്തിലുള്ള മനുഷ്യരോട് ചോദിച്ചാൽ അവർ പല പല കാര്യങ്ങൾ പറയും. ഇതാണ് പ്രധാന സംഭവം, അതാണ് പ്രധാന സംഭവം, അതുണ്ടാക്കി, ഇല്ലെങ്കിൽ ഈ കാര്യം സംഭവിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം
ഒരിക്കലും അവസാനിക്കാത്തതും ഇനി ആരാലും മാറ്റാൻ പറ്റാത്തതുമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, മറിയോട് ദൈവം പറഞ്ഞു, ഇല്ല ദൂതൻ പറഞ്ഞതുപോലെ അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ അവിടെ വാഴും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാജ്യത്തിൽ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാജാവായി, ഒരിക്കലും അവസാനിക്കാത്ത ഭരണത്തിൽ നിൽക്കുന്നവനാണ് ക്രിസ്തു. ബാക്കിയുള്ളതെല്ലാം മാറും. ഈജിപ്ത് താഴ്ന്നു പോയില്ലേ? അസീറിയക്കാർ പോയില്ലേ? ബാബിലോൺ സാമ്രാജ്യം വീണില്ലേ? അതിനുശേഷം വന്ന മേദ്യനും പാർസിയനും വീണില്ലേ? ഗ്രീസ് സാമ്രാജ്യം വീണില്ലേ? അലക്സാണ്ടർ പോയില്ലേ? റോമൻ സാമ്രാജ്യം തകർന്നില്ലേ? ഭൂമിയിലെ ഒരു രാജ്യവും നിലനിൽപ്പുള്ളതല്ല. അത് ഇന്ന് നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. അത് വരും പോകും. ഓരോ രാജ്യങ്ങളെയും ഓരോ രാജാക്കന്മാരെയും വാഴിക്കേണ്ടത് ദൈവമാണ്. അവരെ മാറ്റി സിംഹാസനത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞിട്ട് മറ്റൊരുത്തിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതും ദൈവമാണ്. ആ രാജാവ് അവനാണ് ഇന്ന് പക്ഷേ യഥാർത്ഥത്തിൽ തൻ്റെ ആത്മീയ രാജ്യത്തിൽ അവൻ രാജാതിരാജാവായി വാഴുന്നു. പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ അപ്പോൾ യഹൂദന്മാരുടെ രാജാവാണോ? അവർ പറയുന്ന പോലെ നീ യഹൂദന്മാരുടെ രാജാവാണോ? പിലാത്തോസിനോട് യേശു കള്ളം പറഞ്ഞില്ല, ഞാൻ രാജാവാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലും, നിനക്ക് എൻ്റെ മേൽ അധികാരമുള്ളതുപോലും, നിനക്ക് ഏൽപ്പിച്ചതും എൻ്റെ മേൽ നിനക്ക് അധികാരം തന്നതുകൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പോലും പറ്റുന്നത്. പിലാത്തോസേ, നീ പോലും ആരുടെ കീഴിലാണ്? നീ ഭരണം നടത്തുന്നത് പോലും എൻ്റെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ, എല്ലാത്തിൻ്റെയും ഉടയവനായ രാജാതിരാജാവും കർത്താധികർത്താവും. യെശയ്യാ 9:6 പറഞ്ഞതുപോലെ നമുക്കൊരു ശിശു ലഭിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ വീരനാം ദൈവം, നിത്യപിതാവും, സമാധാനപ്രഭു എന്ന് വിളിക്കപ്പെടും. അവനാണ്. പക്ഷെ ഒരു ശിശുവാണ് ജനിച്ചത്. ആ ശിശു പക്ഷെ ആരാണ്? നിത്യപിതാവാണ്, എവർലാസ്റ്റിംഗ് ഫാദറാണ് അവൻ. അവനാണ് വീരനാം ദൈവം. ആ വീരനാം ദൈവവും നിത്യപിതാവും സമാധാന പ്രഭുവുമായിട്ടുള്ളവനാണ് ലോകത്തിൽ വന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടി അവൻ എത്രത്തോളം താഴ്ന്നിറങ്ങി. ദൈവത്തോടുള്ള അവൻ്റെ അല്ലെങ്കിൽ ആ സമാനത വിട്ട് ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവൻ കംപ്ലീറ്റ് ഒഴിച്ചു. തൻ്റെ ദൈവികത്വം മുഴുവനും തന്നെത്താൻ ഒഴിച്ചിട്ടാണ് വന്നത്. മനുഷ്യനായി വിളങ്ങി, നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ഏറ്റവും ഒരു എളിയ വേഷം ധരിച്ചുകൊണ്ട് ഒരു ശിശുവിനെ പോലെ ജനിച്ചു. അവൻ്റെ ഈ ലോകത്തിൻ്റെ മുഴുവനും, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായവൻ, നക്ഷത്രങ്ങളെ നിശ്വസിച്ചു പ്രപഞ്ചഗോളങ്ങൾ ഉണ്ടാക്കിയവൻ, കരയും കടലും ഉണ്ടാക്കിയവൻ, രാവും പകലും ഉണ്ടാക്കിയവൻ, മഹാവല്ലഭൻ, അവനാണ് തന്നെത്താൻ ത്യജിച്ചു വന്നത്. അവൻ്റെ രൂപം വർണ്ണിക്കാൻ പറ്റുമോ? അവൻ്റെ രൂപം ഒരു കുത്തുവിഗ്രഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അതാ പറഞ്ഞത്. ദൈവം ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾ ദൈവത്തെ കണ്ടില്ലല്ലോ. ഹോരബിൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇസ്രായേലേ, നീ കണ്ടോ നിന്റെ ദൈവത്തെ? അഗ്നിയുടെ നടുവിൽ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തെ നീ കണ്ടോ? അപ്പം നീ എന്തെങ്കിലും രൂപം കണ്ടോ? നീ അതുകൊണ്ട് നീ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ മൃഗത്തിൻ്റെയോ ഇടജാതിയുടെയോ ഒന്നിൻ്റെയും രൂപസാദൃശ്യം ഉണ്ടാക്കി നീ വഷളത്വം പ്രവർത്തിക്കരുത്. ആ ദൈവത്തിൻ്റെ രൂപം വർണ്ണിക്കാൻ പറ്റില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ഉണ്ടാക്കാൻ പറ്റില്ല. യോഹന്നൻ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നൻ ദർശിക്കുന്ന യേശുവിനെ, അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ, അവൻ്റെ
തലമുടിയും എല്ലാം ഹിമത്തോളം വെള്ള. അവൻ്റെ മുഖം സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ, ജ്വലിക്കുന്നത് പോലെ. ഇതെന്താ ഈ പോലെ പോലെ എന്ന് പറയുന്നത്? എന്താ പോലെ പോലെ എന്ന് പറയുന്നത്? യോഹന്നാൻ അതേ കണ്ടിട്ടുള്ളൂ. യോഹന്നാൻ കണ്ടിട്ടുള്ളത് എന്തേ കണ്ടിട്ടുള്ളൂ? സൂര്യനെ കണ്ടിട്ടുണ്ട്, വെള്ള തലമുടി കണ്ടിട്ടുണ്ട്, പഞ്ഞ് കണ്ടിട്ടുണ്ട്, മഞ്ഞ് കണ്ടിട്ടുണ്ട്, സ്വർണം കണ്ടിട്ടുണ്ട്, തീ കണ്ടിട്ടുണ്ട്, താമരം കണ്ടിട്ടുണ്ട്, പെരുവെള്ളം കണ്ടിട്ടുണ്ട്, അതിന് ശബ്ദം കേട്ടിട്ടുണ്ട്, വാള് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് യോഹന്നാൻ പറയാണ് ഇതുപോലെയാണ്. യോഹന്നാൻ ശരിക്കും അതുപോലെയാണ്. യോഹന്നാൻ കണ്ട ശരിക്കും അതാണോ? അല്ല. യോഹന്നാന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അവൻ അങ്ങനെയാണെന്നല്ല പറയണത്. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല കൊത്തത്. അവൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്നു. രാജാക്കന്മാർ ധരിക്കുന്നതാണ്. അതേസമയത്ത് പുരോഹിതനെ സംബന്ധിച്ച് കാണാം. അവൻ്റെ അരക്കച്ച അവൻ ധരിച്ചിട്ടുണ്ട്. അവൻ്റെ കാല് വെള്ളോട്ടിന്, ഉലയിൽ പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം അവൻ്റെ കാല്. അവൻ്റെ സ്വരം, അവൻ്റെ വായിൽ നിന്ന് ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്വരം, വാക്കുകൾ പെരുവെള്ളത്തിൻ്റെ ഇറച്ചിന് പോലെ. എങ്ങനെ ഉണ്ടാക്കും ഒരാൾ? എങ്ങനെ ഒരാൾ വരക്കും ഇതിനെ? എങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ദൈവത്തെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവത്തെ വാർത്തുണ്ടാക്കാൻ പറ്റുന്നതല്ല മനുഷ്യൻ്റെ കൈപ്പണിയായ കുത്തുവിഗ്രഹങ്ങൾ കൊണ്ട്. അത് ചെയ്ത് അവസാനം ബാബിലോണിൽ കൊണ്ട് ദൈവം അവരെ അടിമകളാക്കി. അവസാനം ബാബിലോണിൽ ചെന്ന് അതെല്ലാം കഴിഞ്ഞ് ഇസ്രായേൽ ജനങ്ങൾ ഒരു പാഠം പഠിച്ചു. അസീറിയക്കാർ പിടിച്ചുകൊണ്ടായ 10 ഗോത്രങ്ങളും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി നമസ്കരിച്ച് നശിച്ചു. കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചവർ ആ വഴിക്ക് പോയി. പിന്നീട് നമുക്ക് കാണാം, ബാബിലോൺ സാമ്രാജ്യത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പെട്ട യഹൂദയും ഇല്ലെങ്കിൽ ആ യഹൂദ, ബെന്യാമിൻ, ഈ ഗോത്രങ്ങൾ, അത് ഈ 2 പിടിച്ചുകൊണ്ട് പോകണം. അത് യെരുശലേമിൽ നിന്ന് അവർ യഹൂദ ഗോത്രം എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. ഇവരെയാണ് പിടിച്ചുകൊണ്ടുപോയത്. അവിടെയും അവർ ബാബിലോണിൽ ചെന്ന് വലിയ പാഠങ്ങൾ പഠിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, നേരത്തെ സിൽവാൻസ് ക്ലാസ് എന്ന് പറഞ്ഞു, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിഗ്രഹം പറഞ്ഞു പോകണം. വേരോട്, അതിൻ്റെ നാരായ വേരോടുകൂടി ഉള്ളിൽ നിന്ന് പറഞ്ഞു പോയി. പിന്നീട് അവർ തിരിച്ചു വന്നപ്പോൾ ഒരിക്കലും വിഗ്രഹങ്ങളെ പിന്നീട് ഉണ്ടാക്കിയിട്ടില്ല. യേശുവിൻ്റെ കാലം വരുമ്പോൾ കർത്താവിനെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യൻ്റെ ഹൃദയം ഒരുക്കപ്പെടണം. ഒരു വിഗ്രഹമല്ല, അവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. അതിനുവേണ്ടി മനുഷ്യൻ്റെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടണമായിരുന്നു. അതിന് ദൈവം ഒരു മനുഷ്യനെ ആദ്യമേ, അതിനു മുമ്പ് ദൈവം നിയോഗിച്ചയച്ചു. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. എങ്കിലും അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിക്കും. കാരണം ഹൃദയങ്ങൾ ഒരുക്കപ്പെടാൻ അവൻ ഉയർന്നത് താഴ്ത്തിയും താഴ്ന്നത് നിരപ്പാക്കിയും അങ്ങനെ മശിഹായ്ക്ക് വേണ്ടി ഒരു വഴി ഒരുക്കാനാണ് അവൻ വന്നത്. അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ ആ ശുശ്രൂഷ കടന്നു വരികയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്. അപ്പം ഈ ആളുകളെ ഇവരുടെ എല്ലാം ഹൃദയങ്ങളിൽ വാണുകൊണ്ട്, ഇവരുടെ എല്ലാം ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് രാജാതി രാജാവായി, കർത്താതി കർത്താവായി വാഴുന്ന ഒരു രാജാവിൻ്റെ മഹാവല്യ കാലത്തിലേക്കാണ് ദൈവം തൻ്റെ ജനത്തെ നയിച്ചത്. അതിനു വേണ്ടിയിട്ട് അവൻ തൻ്റെ രാജാവിനെ സ്വർഗത്തിൽ വാഴിച്ചു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു അവൻ്റെ സ്വന്തം മക്കളുടെ ഹൃദയത്തിലേക്ക്, അവനിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ജീവിതങ്ങൾ, യേശുവിലേക്ക് രൂപാന്തരപ്പെട്ടു വരുന്ന ജീവിതങ്ങൾ, പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ട ജീവിതങ്ങൾ, വിഗ്രഹങ്ങൾ എടുത്തു മാറ്റിയ ജീവിതങ്ങൾ, ദൈവത്തിനായി ഹൃദയം പൂർണ്ണമായി തുറന്നു കൊടുത്ത ജീവിതങ്ങൾ,
അവരുടെ ഉള്ളിലേക്ക് വസിക്കുവാൻ അവൻ അവിടെ അതാണ് അവൻ്റെ രാജ്യം. അവൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജനമാണ്, അവൻ്റെ സഭയാണ്, അവൻ്റെ മക്കളാണ്. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയും ഇംഗ്ലണ്ടൊക്കെ പോലെയുള്ള രാജ്യമല്ല എൻ്റേത്. എൻ്റെ രാജ്യം ഐഹികമാണ്, ഇല്ലെങ്കിൽ ഐഹികമല്ല, ആത്മീയമായ രാജ്യമാണ്. ഈ ആത്മീയ രാജ്യത്തിലേക്ക് എന്താണ് അവൻ്റെ രാജ്യം? അവൻ ഭരിക്കുന്ന രാജ്യം അവൻ്റെ സഭയാണ്. അവൻ്റെ നിയമമാണ് അവൻ്റെ പുതിയ നിയമം, പുതിയ ഉടമ്പടി, പുതിയ നിയമം. അത് ദൈവം നമുക്ക് നൽകി. അവൻ്റെ പുതിയ നിയമം പാലിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അനുസരിക്കുന്ന അവൻ്റെ സ്വന്തം ജനത്തെ കർത്താവ് യേശു ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്നെ അവരെ ഭരിക്കുകയാണ്. അവരുടെ പാവങ്ങളെ കഴുകി അവരെ ശുദ്ധീകരിച്ച് അവരുടെ ഉള്ളിൽ വാസം ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം ചരിത്രത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജീവൻ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു സ്വർഗീയ മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അവനിൽ നമുക്ക് പാപങ്ങൾക്ക് പരിഹാരമാണ്, സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് അവൻ പരിഹാരമാണ്. അവൻ്റെ ബ്ലഡ് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നു ഓരോ ദിവസവും, ഇന്നും. യോഹന്നാന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ സാധിക്കും. 1 യോഹന്നാൻ 1 കാണാം, ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ. 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. കാരണം അവൻ നമുക്ക് വേണ്ടി പെർഫെക്റ്റ് യാഗമായി, അവൻ നമുക്ക് വേണ്ടി പെർഫെക്റ്റായ മഹാപുരോഹിതനായി സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പരിഹാരമായി, ഒരു മധ്യസ്ഥനായി, ഒരു പാരക്ലൈറ്റസായി നമുക്ക് ദൈവത്തിനും നമുക്കും ഇടയിൽ നിൽക്കുന്നു. അതേ സമയത്ത് അവൻ്റെ മറ്റൊരു റോളാണ് അവൻ്റെ രാജ്യത്തെ ഭരിക്കുന്ന രാജാതിരാജാവായി ക്രിസ്തു അവൻ ഒതുക്കപ്പെട്ട് സ്വർഗത്തിൽ ഇരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെശിഹായ്ക്ക് വേണ്ടിയുള്ള പഴയ നിയമ ഒരുക്കങ്ങളെക്കുറിച്ച് അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.